നാലാമത് സൗന്ദര്യം നൽകിയ ആളായിരുന്നു ഫളുലുൽ ആബിദ് എന്ന് പറയുന്ന സഹാബി. ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഇരിക്കുന്ന സദസ്സിലേക്ക് ഒരു പ്രകാശം ഇങ്ങനെ വരുന്നത് കണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ തൊട്ടടുത്തുണ്ടായിരുന്ന അലിയെ വിളിച്ചു പറഞ്ഞു, അലീ. ബേക്കിലോട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി അലി തങ്ങളോട് പറഞ്ഞപ്പോൾ ഒരു പ്രകാശം ഇങ്ങനെ സദസ്സിലേക്ക് നടന്നു വരുന്നുണ്ട്. അത് മഹാനായ ഫളുലുൽ ആബിദ് തങ്ങളായിരുന്നു. സൗന്ദര്യം കൊടുത്ത നാലാമത്തെ അദ്ദേഹമായിരുന്നു. മൂന്നാളുകൾ, ഒന്ന് അല്ലാഹുവിൻ്റെ റസൂല്, അതുപോലെ തന്നെ മഹാനായിരിക്കുന്ന യൂസുഫ് നബി അലൈഹി സ്വലാം, ആദം നബി അലൈഹി സ്വലാം. നാലാമത്തെ ആളായിരുന്നു അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് തന്നെ ജീവിച്ച മഹാനാണ് ഫളുലുൽ ആബിദ്. പക്ഷേ അലിയാർ തങ്ങളും സഹാബത്തുമൊക്കെ പ്രമുഖരായ സഹാബാക്കളൊക്കെ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്താണ് ഫളുലുൽ ആബിദ് നടന്നു വരുന്നത് കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ അലി തങ്ങളെ തട്ടി വിളിച്ചുകൊണ്ട് പറഞ്ഞു, അലി, ഇനി ഭാവിയിൽ നിൻ്റെ സംരക്ഷണം ഏകേണ്ട ഒരു മനുഷ്യനാണ് വരുന്നത്. ഞാൻ ആ കാലത്തുണ്ടാവുകയില്ല. ഞാൻ വഫാത്തായതിന് ശേഷം മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ ഭരണകാലവും കഴിഞ്ഞ് മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഭരിക്കുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിനൊരു ഒരു പ്രശ്നം അദ്ദേഹത്തിന് വരാനുണ്ട്. അന്ന് നിൻ്റെ ഒരു സംരക്ഷണത്തിലാണ് അദ്ദേഹം കഴിയേണ്ടത് എന്ന് പറഞ്ഞ് മഹാനായ ഫളുലുൽ ആബിദിനെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയുണ്ടായി. ആ ഫളുലുൽ ആബിദ് എന്ന് പറയുന്ന സഹാബിക്കാണ് പിന്നെ ഒരു സൗന്ദര്യമുള്ളത്. ഏതായാലും ആദം നബിയൊന്ന്, യൂസുഫ് നബിയൊന്ന്, ആമീന ബീബറ്റ മുഹമ്മദ് നബിയൊന്ന്, പിന്നെ ഫളുലുൽ ആബിദോരും. ഇതാണ് നാലാളുകൾ. ബാക്കി അടുത്ത എപ്പിസോഡിൽ.